ഈ യുദ്ധം തുടർന്നാൽ ഈ മേഖലയിൽ ചൈനയുടെ വലിയ രീതിയിലുള്ള സ്വാധീനവും സമ്മർദ്ദവും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രയേലിനെ നിർബന്ധിതമായ ഒരു വെടിനിർത്തലിലേക്ക്, യുദ്ധവിരാമത്തിലേക്ക് എത്തിക്കാൻ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന മിസ്റ്റർ ജോ ബൈഡനും അദ്ദേഹം മധ്യസ്ഥനായി നിയോഗിച്ച ഖത്തർ രാജാവും മുന്നോട്ട് വന്നത്. ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരൊറ്റ രാജ്യം മാത്രമേ പലസ്തീൻ നേതാക്കളെ വിളിച്ചു വരുത്തി നയതന്ത്രപരമായി ഔദ്യോഗികമായി അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ ചർച്ച ചെയ്ത രാജ്യം ചൈനയാണ്. ഷീ ജിൻപിങ്ങിന്റെ ചൈനയാണ്. ചൈനയുമായിട്ട് ട്രംപിനറിയാം ഇനിയൊരു വ്യാപാര രംഗത്തെ, വാണിജ്യ രംഗത്തെ മത്സരത്തിന് അമേരിക്കക്ക് എത്രത്തോളം കെൽപ്പുണ്ട്, എത്രത്തോളം ശേഷിയുണ്ട്. ലോക വ്യാപാരത്തിന്റെ വലിയ ഭാഗം ഇന്ന് ചൈന പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ചൈന ഉയർത്തുന്ന ഈ വലിയ വെല്ലുവിളികൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന നിലക്ക് അതിന്റെ ചരിത്രത്തിൽ അത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് മിസ്റ്റർ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്. ഇപ്പൊ മീഡിയ വണിലെ ഔട്ട് ഓഫ് ഫോക്കസിലെ ഈ മൗദൂദി പ്രസ്ഥാനത്തിന്റെ ഇവിടുത്തെ ഒരു ബൗദ്ധിക മുഖമായിട്ട് കണക്കാക്കപ്പെടുന്ന മിസ്റ്റർ ദാവൂദ് ഇവിടുത്തെ മൗദൂദിസുമായിട്ട് ഹമാസിന് യാതൊരു ബന്ധവുമില്ല. ഹമാസ് പൊളിറ്റിക്കലായി, ഐഡിയോളജിക്കലായിട്ട് ഒരു മതരാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നില്ല ഇന്ന്. അത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നൊരു പാർട്ടിയാണ്. എർദോഗന്റെ തുർക്കി ഗസക്ക് എന്ത് പിന്തുണയാണ് നൽകുന്നത്? എന്ത് പിന്തുണയാണ് വെസ്റ്റ് ബാങ്കിന് നൽകുന്നത്? എർദോഗന്റെ തുർക്കി പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ നിന്നുകൊണ്ട് അവരെന്താണ്? അമേരിക്കയുടെ കൂടെയാണ്, സയനിസ്റ്റുകളുടെ കൂടെയാണ്. അതാണ് നമ്മൾ സിറിയയിൽ കണ്ടത്. പശ്ചിമേഷ്യയിലെ മതനിരപേക്ഷ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇസ്രയേലിനോടൊപ്പവും അമേരിക്കയോടൊപ്പം ചേർന്ന് കൊടുക്കുന്ന ആളുകൾ അവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. ഇത്തരം സംഭവങ്ങളെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ നേട്ടമായിട്ട്, ഞങ്ങളുടെ വലിയ നേട്ടമായിട്ട് മലയാളി കേൾവിക്കാരുടെ വ്യൂവേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ഗോവിന്ദനെയും വിജയരാഘവനെയും ഒക്കെ കുത്തിക്കളയാം എന്ന രീതിയിൽ വളരെ വാമന ദൃഷ്ടിയിൽ മാത്രം, ചിന്താപരമായ വാമനത്വം മാത്രമുള്ള ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും സയനിസത്തിൻ്റെയും ഒക്കെ തന്നെ മറുപുറം കളിക്കുകയും അവർക്ക് ആവശ്യമായ ഘട്ടത്തിൽ സേവനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്താകമാനം പ്രോക്സി വാറുകൾ സൃഷ്ടിച്ച് തങ്ങളുടെ ആയുധ കച്ചവടം സജീവമാക്കാതെ അമേരിക്ക നിലനിൽപ്പില്ല. ഉക്രൈൻ സെലൻസ്കി ഗവൺമെന്റ് റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധം നിർത്താൻ തയ്യാറാകുമ്പോഴും യുദ്ധം നിർത്തരുത് എന്ന് സെലൻസ്കിയെ നിർബന്ധപൂർവം പ്രേരിപ്പിച്ചത് അമേരിക്കയാണ്. ട്രംപ് ഈ അധോലോക ആയുധ നിർമ്മാണ വ്യവസായത്തെയാണ്, അത്തരത്തിലുള്ള കോർപ്പറേറ്റ് മൂലധനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ പ്രത്യയശാസ്ത്രം കുടിയേറ്റ വിരുദ്ധയിൽ അധിഷ്ഠിതമായ വംശീയതയാണ്. ആംഗ്ലോ സാക്സൺ വർണ്ണബോധത്തിൽ അഭിരമിക്കുന്ന മുസ്ലിങ്ങൾക്കും കുടിയേറ്റക്കാർക്കുമൊക്കെ എതിരായിട്ടുള്ള വംശീയ ഭ്രാന്താണ് ട്രംപിനെ നയിക്കുന്നത്. അമേരിക്കയുടെ മൂക്കിന് താഴെ 64 കിലോമീറ്റർ ഇപ്പുറത്താണ് കരീബിയൻ സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായിരിക്കുന്ന ക്യൂബ. എല്ലാ ഉപരോധങ്ങളെയും എല്ലാ CIA ഇടപെടലുകളെയും കുത്തിത്തിരിപ്പുകളെ അതിജീവിച്ച് സോഷ്യലിസ്റ്റായി നിൽക്കുന്നത്. ആ ക്യൂബയെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ ലക്ഷ്യങ്ങളുമായിട്ടാണ് മാർക്കോ. ലോകത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 സംഭവ വികാസങ്ങളുടെ അനുഭവഗതിയിൽ നിന്നാണ് ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഒന്ന്, അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായി കടുത്ത വംശീയവാദിയും ആഗോള വലതുപക്ഷത്തിൻ്റെ അതിനായകനായി സ്വയം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അധികാരമെടുക്കുകയാണ്. അത് അമേരിക്കയുടെ ഭാവിയെയും ലോകത്തിൻ്റെ ഭാവിയെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന കാര്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ബുദ്ധിജീവികളും രാഷ്ട്രീയ ചിന്തകന്മാരുമൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇസ്രയേൽ ഗസ വെടിനിർത്തലുണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ ഇസ്രയേൽ മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതോടുകൂടി ഗസയിൽ കഴിഞ്ഞ 1.5 വർഷത്തോളം കാലമായിട്ട് ഉള്ള അരക്ഷിതത്വം, യുദ്ധഭീകരത, വംശഹത്യ ഇതൊക്കെ താൽക്കാലികമായി അവസാനിക്കുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.
പക്ഷേ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തതോടെ അത് വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇത് താൽക്കാലികം മാത്രമാണ്, എപ്പോഴും യുദ്ധം ആരംഭിക്കാമെന്നാണ്. അതാണ് അതിൻ്റെ ശരി. കഴിഞ്ഞ 78 വർഷക്കാലത്തിനിടയിൽ പലസ്തീൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ തുടർച്ചയായി നടത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഈ തുടർച്ചയായ ആക്രമണങ്ങൾക്കെതിരെ ലോകാഭിപ്രായങ്ങൾ വരുമ്പോൾ, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ പ്രമേയങ്ങൾ വരുമ്പോൾ, ജനറൽ കൗൺസിലിൽ അത് വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ എന്താണ്, ലോകാഭിപ്രായങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് പലപ്പോഴും അമേരിക്ക മുൻകൈയെടുത്ത് ഇസ്രയേലിനെ കൊണ്ട് വെടിനിർത്തൽ കരാറിലെത്തിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ 2017 ഇപ്പോഴത്തെ യുദ്ധത്തിന് മുമ്പ് ഭീകരമായ കൂട്ടക്കൊലകൾ, രാസായുധ പ്രയോഗങ്ങൾ വരെ ഗസയിൽ നടന്ന യുദ്ധം 2017 അവസാനിച്ചത് ഒരു വെടിനിർത്തൽ ധാരണയോടുകൂടിയാണ്. പക്ഷെ നമുക്കറിയാം, അതിനുശേഷം വളരെ ബോധപൂർവം പ്രകോപനപരമായി തന്നെ പലസ്തീനിനെതിരായിട്ട്, വെസ്റ്റ് ബാങ്കിനും അതേപോലെ തന്നെ ഗസക്കുമെതിരായിട്ട് കടന്നാക്രമണം നടത്തുകയാണ് ഇസ്രയേൽ സേന ചെയ്ത്. ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക മതവിശ്വാസികൾ വളരെ പുണ്യമായി തീർത്ഥമായി കാണുന്ന അൽഖസ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് മുസ്ലിങ്ങളെയും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികളെയൊക്കെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഇസ്രയേൽ പട്ടാളക്കാർ, ജൂയിഷ് സേന നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് 2023 ഒക്ടോബർ 7 സംഭവങ്ങൾ ഉണ്ടായത്. ആ സംഭവങ്ങളെ തുടർന്നാണ് ഇപ്പോഴത്തെ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിൽ 50,000-ഓളം വരുന്ന മനുഷ്യർ, അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്, കൊല ചെയ്യപ്പെട്ടു. ഗസ എന്ന് പറയുന്ന 23 ലക്ഷം ആളുകൾ മാത്രമുള്ള 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുടെ ഒരു പ്രദേശമാണ് ഈ ഗസ മുനമ്പെന്ന് പറയുന്നത്. ആ ഗസയിൽ 50,000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ആവാസ വ്യവസ്ഥകളാകെ തകർത്തു. യുദ്ധത്തിൽ മരിച്ചു വീണ ജഡങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, മനുഷ്യ ശരീരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടം വരെ നടത്തുന്ന ദൃശ്യങ്ങൾ ഗസയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. പലസ്തീൻ UK വംശജനായിട്ടുള്ള ഗസൻ അബു എന്ന ഡോക്ടർ, അദ്ദേഹം ഗസയിലെ ആതുര സേവന രംഗത്ത് വളരെ വലിയ രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, ഗസയെ, പലസ്തീനെ യുദ്ധത്തിൻ്റെ ഒരു ജൈവമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പഠിക്കണമെന്നാണ്. കഴിഞ്ഞ എല്ലാ യുദ്ധങ്ങളിലും എന്താണ്, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാലും ഗസ നിവാസികൾക്ക്, പലസ്തീനികൾക്ക് അവരുടെ ശരീരത്തിന് മുകളിൽ യുദ്ധം അവശേഷിപ്പിച്ച മുറിവുകൾ, ഗുരുതരമായ പരിക്കുകൾ, ആ പരിക്കുകൾ പലപ്പോഴും എന്താണ്, രാസായുധങ്ങൾ മൂലം ആകാം. അതുകൊണ്ട് തന്നെ എന്താണ്, മാരകമായ രോഗങ്ങൾക്കടിപ്പെടുന്ന, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാലും യുദ്ധം സമ്മാനിച്ച കെടുതികൾ ജീവിതം മുഴുവനും പേറേണ്ടി വരുന്നവരായി, ശരീരത്തിൽ പേറേണ്ടി വരുന്നവരായിട്ട് ഗസയിലെ ജനങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള, വെടിനിർത്താനുള്ള തീരുമാനം ഔദ്യോഗികമായി ഇസ്രയേൽ മന്ത്രിസഭ അംഗീകരിച്ചു. പക്ഷേ നെതന്യാഹു പറഞ്ഞതുപോലെ എപ്പോഴും യുദ്ധം ആരംഭിക്കുക, ഇത് താൽക്കാലികം മാത്രമാണ് വെടിനിർത്തൽ. പക്ഷേ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിൽ വലിയ പൊട്ടിത്തെറികളാണ്. ഈ മന്ത്രിസഭയിലെ ഒരു ഘടകകക്ഷിയായിരിക്കുന്ന യഹൂദി പാർട്ടി, ആ പാർട്ടിയുടെ 2 മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ്. അവരിതിൻ്റെ പേരിൽ നെതന്യാഹുവിനെതിരായിട്ട്, പലസ്തീനുമായിട്ട് സന്ധി ചെയ്യുകയാണ് നെതന്യാഹു ചെയ്തു എന്ന രീതിയിൽ തീവ്ര ജൂയിഷ് വികാരമുണർത്തിക്കൊണ്ട് ക്യാമ്പയിനുകൾ നടത്തുകയാണ്. അപ്പോൾ അത് അധികകാലം തുടരാൻ അവർക്ക് പറ്റില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പലസ്തീന്, ഗസക്കെതിരായിട്ട് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവർ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഈ യുദ്ധവിരാമത്തിൽ, ഈ വെടിനിർത്തത്തിൽ പ്രതീക്ഷാനിർഭരമായി ഇനി യുദ്ധം അവസാനിച്ച് സമാധാനത്തിൻ്റെ നാളുകളാണ്, ഗസയിലെ നിവാസികൾക്ക് ഇനി സമാധാനപൂർവ്വം ജീവിക്കാം എന്ന് ആശ്വസിക്കാൻ ലോകത്ത് ഒരിടത്തുമുള്ള സമാധാന പ്രേമികൾക്ക്, പലസ്തീൻ ജനതയോട് സഹതാപവും അവരുടെ അനുഭാവവും അവരുടെ ഐക്യദാർഢ്യവുമുള്ള ഒരാൾക്കും വിശ്വസിക്കാനാവില്ല, അങ്ങനെ ആശ്വസിക്കാനാവില്ല. പക്ഷേ പലസ്തീൻ ജനത ഇത്രയും നിഷ്ഠൂരമായ, നൃശംസനീയമായ ആക്രമണങ്ങൾക്കിടയിലും അവരുടെ പ്രതിരോധം തുടരുകയാണെന്നുള്ളതാണ് നമ്മളെയൊക്കെ ആവേശഭരിതമാക്കുന്നത്. ഒരിക്കലും കീഴടങ്ങില്ല, കീഴടങ്ങാൻ
കൂട്ടക്കൊലകൾക്ക്, മരണങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ആത്മബോധത്തോടുകൂടി ഒരു രാജ്യമെന്ന നിലക്ക്, ഒരു സമൂഹമെന്ന നിലക്ക്, ഒരു രാഷ്ട്രമെന്ന നിലക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംനിർണയത്തിനും വേണ്ടി നമ്മുടെ കാലത്ത് വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ ദുരിതങ്ങളും എല്ലാ ഭീകരതകളും ഏറ്റുവാങ്ങിക്കൊണ്ട് പോരാടുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ആ ജനതയുടെ ആത്മബോധത്തെ തകർക്കാൻ സാമ്രാജ്യത്വത്തിനോ സയനിസ്റ്റുകൾക്കോ കഴിയില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ യുദ്ധം വീണ്ടും നെതന്യാഹു ആരംഭിച്ചാലും പോരാട്ടങ്ങൾ തുടരുമെന്നാണ്. മനുഷ്യരാശി അതിൻ്റെ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന കൂട്ടക്കലകൾ, വംശഹത്യകൾ, ചോരപ്പുഴകൾ ഇതെല്ലാം തന്നെ കാണേണ്ടി വരുന്ന നിസ്സഹായമായൊരു അവസ്ഥയിലേക്കാണ് സാമ്രാജ്യത്വവും സയനിസവും പാലസ്തീൻ മണ്ണിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാകരമായ, ഏറ്റവും ഉത്കണ്ഠാകരമായ കാര്യം. ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തിയ സംഭവവികാസങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പലസ്തീൻ എതിരായിട്ട്, ഗസക്കെതിരായിട്ട് അമേരിക്ക എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് കോടികളുടെ ആയുധമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ യുദ്ധസജ്ജമായി നിർത്തുന്നത്, ഗസയിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ എല്ലാം സമ്മാനിക്കുന്നത്, റോക്കറ്റുകൾ സമ്മാനിക്കുന്നത് അമേരിക്കയാണ്. ആ അമേരിക്ക എന്തുകൊണ്ടാണ് നെതന്യാഹു ഭരണകൂടത്തോട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരണം എന്ന് പറഞ്ഞത്, അതിനെ നിർബന്ധിച്ചത്? ജോ ബൈഡനാണ് അതിന് മുൻകൈയെടുത്തത്. ജോ ബൈഡൻ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി, അവിടുത്തെ രാജാവുമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ വെടിനിർത്തലിലേക്ക് എത്തുന്ന സമാധാന ചർച്ചകൾ, ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയത്. ആ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ജോ ബൈഡനെ നിർബന്ധിതമാക്കിയ സാഹചര്യം എന്ത് എന്നുള്ളതാണ്. ഗസയെ ഒറ്റപ്പെടുത്താൻ, പലസ്തീനെ ഒറ്റപ്പെടുത്താൻ, അതുവഴി ചോരയിൽ മുക്കി ആ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാനും അവശിഷ്ട വെസ്റ്റ് ബാങ്കിലേക്കും ഗസാമുനമ്പിലേക്കും ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ വ്യാപിപ്പിക്കാനുമാണ് ഒക്ടോബർ 7 സംഭവങ്ങൾക്ക് ശേഷം പെൻറ്റഗണും മൊസാദും സയനിസ്റ്റ് സേനയും ആലോചിച്ചത്. പക്ഷേ മധ്യപൂർവ്വദേശം എന്ന് പറയുന്ന ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ, മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങളിൽ ചൈന സമീപകാലത്ത് ചെലുത്തുന്ന സ്വാധീനം നിർണായകമാണ്. ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഇരുപുറവുമുള്ള രാജ്യങ്ങൾ 149 വരുന്ന ലോകരാജ്യങ്ങൾ ഇന്ന് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. ഈ 149 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക വ്യാപാര അധികാരത്തെ, അധീശത്തെ, അവരുടെ കുത്തകയെ ചോദ്യം ചെയ്യുന്നതും തകർക്കുന്നതും വ്യാപാര രംഗത്ത്, വാണിജ്യ രംഗത്ത് അമേരിക്കയെ നിസ്സഹായമാക്കുന്നതുമായിട്ടുള്ള ഒരു നീക്കമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പശ്ചിമേഷ്യക്കകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് ചൈനയായിട്ട് സഹകരിക്കുക. ഇറാനും സൗദിയും ഒരുപോലെ സഹകരിക്കുകയാണ്. യമനും അതേപോലെ തന്നെ സൗദി അറേബ്യയും ഒരേപോലെ സഹകരിക്കുകയാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമായിട്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ പലസ്തീന് ചൈന നൽകുന്ന പിന്തുണയുണ്ട്. ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരൊറ്റ രാജ്യം മാത്രമേ പലസ്തീൻ നേതാക്കളെ വിളിച്ചു വരുത്തി നയതന്ത്രപരമായി, ഔദ്യോഗികമായി അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ ചർച്ച ചെയ്ത രാജ്യം ചൈനയാണ്, ഷീ ജിൻപിങ്ങിൻ്റെ ചൈനയാണ്. ഷീ ജിൻപിങ് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അവിടുത്തെ ഭരിക്കുന്ന ഫത്താഹ് പാർട്ടിയെയും ഹമാസ് പാർട്ടിയെയും അതിൻ്റെ പ്രതിനിധികളെ, അവിടുത്തെ ഭരണപ്രതിനിധികളെ, സർക്കാരിൻ്റെ പ്രതിനിധികളെ ബീജിങ്ങിലേക്ക് വിളിച്ചു. അതോടൊപ്പം പലസ്തീനിൽ പ്രവർത്തിക്കുന്ന, പലസ്തീൻ ഇഷ്യൂയെ ബേസ് ചെയ്തുകൊണ്ടുള്ള 14 രാഷ്ട്രീയ സംഘടനകളെ, രാഷ്ട്രീയ പാർട്ടികളെ ബീജിങ്ങിലേക്ക് വിളിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി നേരിട്ട് മുൻകൈയെടുത്താണ് ഗസയിലെ ഹമാസ് ഗവൺമെൻറ്റിൻ്റെയും വെസ്റ്റ് ബാങ്കിലെ ഫത്താഹ് ഗവൺമെൻറ്റിൻ്റെയും പ്രതിനിധികൾക്കൊപ്പം പലസ്തീൻ ഇഷ്യൂ നിലനിൽക്കുന്ന 14 സംഘടനകളെ വിളിച്ചു ചേർത്തത്. അവരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ ഇസ്രയേലും അമേരിക്കയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ പലസ്തീൻ ഒരു രാജ്യമാകണം. ഫത്താഹ് ഗവൺമെൻറ് ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഹമാസ് ഗവൺമെൻറ് ഭരിക്കുന്ന ഗസയും ഒന്നിച്ച് ഒരു സംയുക്ത ഗവൺമെൻറ് രൂപീകരിക്കണം എന്ന നിർദ്ദേശമാണ് ചൈന മുന്നോട്ട് വെച്ചത്. അതിന് സാർവദേശീയ തലത്തിൽ ഗസക്കും
വെസ്റ്റ് ബാങ്കിനും അനുകൂലമായ ഒരഭിപ്രായ രൂപീകരണത്തിൽ നയതന്ത്രപരമായ രീതിയിൽ വലിയ ഇടപെടൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നു എന്ന ഒരു സന്ദർഭത്തിലാണ് ഈ യുദ്ധം തുടർന്നാൽ ഈ മേഖലയിൽ ചൈനയുടെ വലിയ രീതിയിലുള്ള സ്വാധീനവും സമ്മർദ്ദവും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രയേലിനെ നിർബന്ധിതമായ ഒരു വെടിനിർത്തലിലേക്ക് യുദ്ധവിരാമത്തിലേക്ക് എത്തിക്കാൻ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മിസ്റ്റർ ജോ ബൈഡനും അദ്ദേഹം മധ്യസ്ഥനായി നിയോഗിച്ച ഖത്തർ രാജാവും മുന്നോട്ട് വന്നത്. ഇവിടെ ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ വാലിളകുന്നതുകൊണ്ടാണ് ഈ ലോകം ഈ ഭൂമിയൊക്കെ കറങ്ങുന്നത് ചിന്തിക്കുന്ന ചില മാന്യന്മാരുണ്ട്. ഇപ്പം മീഡിയ വണിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ മൗദൂദി പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ ഒരു ബൗദ്ധിക മുഖമായിട്ട് കണക്കാക്കപ്പെടുന്ന മിസ്റ്റർ ദാവൂദ് ദാവൂദ് പറഞ്ഞത്, ഇസ്രയേൽ ഒത്തുതീർപ്പ് കരാറുണ്ടാക്കിയതോടുകൂടി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റായ ഇടതുപക്ഷക്കാരിയായ ഗാലിദയുൾപ്പെടെയുള്ള പോരാളികൾ പുറത്തു വരാൻ പോകുകയാണെന്നാണ്. അതിന് നിമിത്തമായത്, അതിന് സഹായകരമായത് ദാവൂദിൻ്റെ പാർട്ടിയാണ്. അതായത് ഹമാസ് ദാവൂദിൻ്റെ പാർട്ടിയാണ്. ഇവിടുത്തെ മൗദൂദിസുമായിട്ട് ഹമാസിന് യാതൊരു ബന്ധവുമില്ല. ഹമാസ് പൊളിറ്റിക്കലായി ഐഡിയോളജിക്കലായിട്ട് ഒരു മതരാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നില്ല ഇന്ന്. അത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നൊരു പാർട്ടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ ജനഹിതമനുസരിച്ച് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ്. ഹമാസിൻ്റെ പല നേതാക്കളും മുസ്ലിം ബ്രദർഹുഡിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ന് ആഗോളതലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക ശാക്തിക ബന്ധങ്ങളിൽ ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ഭരണം നിലനിൽക്കുന്നത് എർദോഗൻ്റെ തുർക്കിയിലാണ്. എർദോഗൻ്റെ തുർക്കി ഗസക്ക് എന്ത് പിന്തുണയാണ് നൽകുന്നത്? എന്ത് പിന്തുണയാണ് വെസ്റ്റ് ബാങ്കിന് നൽകുന്നത്? എർദോഗൻ്റെ തുർക്കി പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ നിന്നുകൊണ്ട് അവരെന്താണ്? അമേരിക്കയുടെ കൂടെയാണ്, സയനിസ്റ്റുകളുടെ കൂടെയാണ്. അതാണ് നമ്മൾ സിറിയയിൽ കണ്ടത്. സിറിയയിലെ മതനിരപേക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യക്കകത്ത് എല്ലാ കാലത്തും ശക്തമായ US വിരുദ്ധ നിലപാട് സ്വീകരിച്ച, ഇറാഖ് യുദ്ധത്തിൻ്റെ കാലമായാലും ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങളുടെ കാലമായാലും ഏറ്റവും ഒടുവിൽ ഗസയിൽ പലസ്തീനെതിരായിട്ട് ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ലെബനിലെ ഹിസ്ബുള്ള ഗവൺമെൻറ്റിനെതിരായിട്ട് ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായിട്ടും ഇതിലെല്ലാം തന്നെ സയനിസത്തിനും അമേരിക്കക്കും സാമ്രാജ്യത്തിനുമെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ കേന്ദ്രമായിരുന്നു ദമാസ്കസും സിറിയയും. ആ സിറിയയിലെ ഭരണാധികാരിയെ അട്ടിമറിക്കാൻ സയനിസ്റ്റുകളും സാമ്രാജ്യത്വം ഒന്നിച്ചപ്പോൾ അവരുടെ കൂടെ ചേരുകയാണ് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ ചേർന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ്, ഒരു മതരാഷ്ട്രവാദിയാണ് മിസ്റ്റർ അബൂ മുഹമ്മദ് ജുലാനി. ജുലാനി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സ്ഥാപകനായ അബൂബക്കർ ബാഗ്ദാദി നിയോഗിച്ചതനുസരിച്ച് മൊസൂളിൽ നിന്ന്, ഇറാഖിലെ മൊസൂളിൽ നിന്ന് സിറിയയുടെ വിശാല പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. അൽ ഖയ്ദയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വന്ന ഒരു മതരാഷ്ട്രവാദിയാണ്, ഒരു ജിഹാദിയാണ് മിസ്റ്റർ ജുലാനി. ആ ജുലാനിക്ക് പിന്തുണ നൽകുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഭരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായിട്ടുള്ള തുർക്കിയിലെ ഭരണാധികാരി എർദോഗൻ. ആ എർദോഗൻ്റെ തുർക്കിയിലാണ് പശ്ചിമേഷ്യയെ, പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ മേഖലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേന താവളം, നാറ്റോ താവളമുള്ളത്, നാറ്റോയുടെ സൈനിക താവളമുള്ളത് തുർക്കിയിലാണ്. അപ്പോൾ അമേരിക്കക്ക് സൈനിക താവളം ഒരുക്കുന്ന ആളുകൾ, ഇസ്രയേൽ പലസ്തീൻ നടത്തുന്ന നിഷ്ഠൂരമായ കൂട്ടക്കൊലകൾക്കെതിരായിട്ട് വളരെ സമർത്ഥമായ മൗനം പാലിക്കുന്ന ആളുകൾ, പശ്ചിമേഷ്യയിലെ മതനിരപേക്ഷ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇസ്രയേലിനോടൊപ്പവും അമേരിക്കയോടൊപ്പം ചേർന്ന് കൊടുക്കുന്ന ആളുകൾ, അവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദാവൂദിനെ പോലുള്ള സുഹൃത്തുക്കൾ, ഗാലിദയെ പോലുള്ള പോരാളികൾ, ദാവൂദ് ചിലപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് സയനിസത്തിന്, പലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള സയനിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന്, പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ ഗറില്ലാ ദളങ്ങളിൽ ആയുധമെടുത്ത് പോരാടിയിട്ടുള്ള ചരിത്രമുള്ള ആളാണ് ഗാലിദ.
അവർ പോപ്പുലർ ഫ്രണ്ട് ലീഡറാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പലസ്തീൻ വിമോചന മുന്നണിയും ഒന്നിച്ചു പ്രവർത്തിച്ചതാണ്. അപ്പോൾ അവർ തടവറയിലേക്ക് പോയത് ഈ മേഖലയിലെ ഇസ്രയേൽ സയനിസ്റ്റ് മേധാവിത്വം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൻ്റെ വഴികളിലാണ്. അങ്ങനെ പോരാട്ടത്തിൻ്റെ വഴികളിൽ ജയിലിലേക്ക് പോയ ആളുകളെ പ്രത്യേകമായി ഒരു വ്യവസ്ഥയുണ്ടാക്കി വിട്ടയക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ദാവൂദൊക്കെ എത്രത്തോളം കൗശലമുള്ള ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ മോചിപ്പിക്കുക എന്നുള്ള വ്യവസ്ഥ ഉണ്ടായാൽ 50 വയസ്സിന് മുകളിലുള്ള കാര്യത ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വരും. അല്ലാതെ പോപ്പുലർ ഫ്രണ്ട് ആളുകളെ മോചിപ്പിക്കാമെന്നൊരു കരാറൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ തടവിൽ കഴിയുന്ന പലസ്തീനുകളായിട്ടുള്ള ആളുകളെ മോചിപ്പിക്കാമെന്നാണ് വ്യവസ്ഥയുണ്ടായത്. അത് 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ വിട്ടയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ കോമ്രേഡ് ഖാലിദ വിട്ടയക്കപ്പെട്ടേക്കാം, മോചിപ്പിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയൊക്കെ, ഇത്തരം സംഭവങ്ങളെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയ നേട്ടമായിട്ട്, ഞങ്ങളുടെ വലിയ നേട്ടമായിട്ട് മലയാളി കേൾവിക്കാരുടെ വ്യൂവേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ഗോവിന്ദനെയും വിജയരാഘവനെയും ഒക്കെ കുത്തിക്കളയാം എന്ന രീതിയിൽ വളരെ വാമന ദൃഷ്ടിയിൽ മാത്രം, ചിന്താപരമായ വാമനത്വം മാത്രമുള്ള ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും സയനിസത്തിൻ്റെയും ഒക്കെ തന്നെ മറുപുറം കളിക്കുകയും അവർക്ക് ആവശ്യമായ ഘട്ടത്തിൽ സേവനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലസ്തീൻ പ്രശ്നം ലോകത്തെമ്പാടുമുള്ള പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ ദേശീയ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതയുടെ സ്വയംനിർണയത്തിൻ്റെ പ്രശ്നമാണ്. ഐക്യരാഷ്ട്രസഭയുടെ തന്നെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ഒരു ജനസമൂഹം, ഒരു രാഷ്ട്രസമൂഹം അവരുടെ സ്വയംനിർണയത്തിന് വേണ്ടി ആയുധമെടുത്തു പോരാടുന്നതും അനുവദനീയമാണ്. ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു മർദ്ദിത സമൂഹം എന്ന നിലക്ക് ഒരു രാജ്യത്തെ ജനത അവരുടെ സ്വയംനിർണയാധികാരത്തിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാടുന്നുണ്ടെങ്കിൽ അത് ഭീകരപ്രവർത്തനമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലസ്തീനികളുടെ പോരാട്ടത്തെ ഒരു ഭീകരപ്രവർത്തനമായി ആക്ഷേപിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളും കമ്മ്യൂണിസ്റ്റുകളും എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹമാസ് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവാദ പട്ടികയിലില്ല. എന്നാൽ ഹിസ്ബുൾ മുജാഹിദീൻ, ഇവിടെ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ജമ്മു കാശ്മീരിലെ ഇന്ത്യ അതിർത്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഹിസ്ബുൾ മുജാഹിദീൻ ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവാദ പട്ടികയിലുണ്ട്. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സൈനിക ദളമാണല്ലോ ഹിസ്ബുൾ മുജാഹിദീൻ. ഹിസ്ബുൾ മുജാഹിദീൻ UN ഭീകരവാദ പട്ടികയിലുണ്ട്. എന്നാൽ ഹമാസ് UN ഭീകരവാദ പട്ടികയില്ല. അപ്പോൾ അതുകൊണ്ട് ഹമാസ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈനിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പം ഹമാസ് എന്ന പാർട്ടിക്കും ഗാസ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിലൂടെ വന്നിരിക്കുന്ന മാറ്റവും അവരെത്രത്തോളം മതനിരപേക്ഷവും ജനാധിപത്യപരവും ലോകം അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കൊക്കെ വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും ഭീകരമായ രീതിയിലുള്ള കടന്നാക്രമണം, കൂട്ടക്കൊല ഇതെല്ലാം സംഘടിപ്പിക്കുന്ന സയനിസ്റ്റുകളുമായിട്ട് അതിനെല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയുമായിട്ട് എല്ലാ അർത്ഥത്തിലും കൂട്ടുകൂടുന്ന നയമാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആഗോള മാതൃകയായിട്ടുള്ള തുർക്കിയിലെ എർദോഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മലയാളികൾ അറിയാതെ പോകരുത്. പലസ്തീൻ്റെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 2023 ഒക്ടോബർ 7 ശേഷം കഴിഞ്ഞ 10-15 മാസക്കാലം കൊണ്ട് 85,000 ടൺ ബോംബ്, സ്ഫോടക വസ്തുക്കളാണ് ഈ 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള 23 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ പ്രദേശത്ത് ഇസ്രയേൽ ഭക്ഷിച്ചത്. പലപ്പോഴും പല അതിർത്തി മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രയേൽ ജൈവ രാസായുധങ്ങൾ വരെ, വൈറ്റ് ഫോസ്ഫറസ് ഉൾപ്പെടെയുള്ള രാസായുധങ്ങൾ വരെ ഉപയോഗിച്ചിട്ടായിട്ടാണ് UN സംഘടനകൾ പറയുന്നത്. UN അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള നീക്കങ്ങളെപ്പോലും ഇസ്രയേൽ പട്ടാളക്കാർ നിരന്തരം തടസ്സപ്പെടുത്തിയതായിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ റെഡ് ക്രോസിൻ്റെയും UN സുരക്ഷാ സമിതിയുടെയും തന്നെ വളണ്ടിയർമാർ എത്രയോ വട്ടം ലോകമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാലത്തെ ഏറ്റവും ക്രൂരമായ, ഏറ്റവും ഹീനമായ കടന്നാക്രമണം നേരിടുന്ന ഒരു ജനതയ്ക്ക് യുദ്ധവിരാമം ഉണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ
അത് എത്രത്തോളം ദിവസം നിലനിൽക്കും. അതുകൊണ്ട് പലസ്തീൻ പ്രശ്നം ശരിയായ രീതിയിൽ പരിഹരിക്കാനുള്ള സാർവദേശീയ സമൂഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനാവശ്യമായ അഭിപ്രായ രൂപീകരണം ശക്തിപ്പെടുത്താൻ ഈ യുദ്ധവിരാമത്തിൻ്റെ ഈ വെടിനിർത്തലത്തിൻ്റെ അവസരത്തിലും ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾ, ലോകമെമ്പാടുമുള്ള ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ മറന്നുപോകരുത്. ഇപ്പോഴും നാം പലസ്തീനോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം തുടരണം എന്നുള്ളതാണ്. ഇനി വരുന്ന വിഷയം, ട്രംപ് അമേരിക്കയിൽ 2ാം ടേമും വരികയാണ്. ട്രംപ് വരുമ്പോൾ ഇപ്പോൾ അമേരിക്ക വലിയ ലോകശക്തിയാണെന്നൊക്കെ പറയും തന്നെ, ലോകത്തിൽ ഏറ്റവും ദുർബലമായ അടിസ്ഥാനമില്ലാത്തൊരു സമ്പദ്ഘടനയാണ് അമേരിക്കയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പാദനത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ എല്ലാ രംഗത്തും അമേരിക്ക വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ആഗോള വ്യാപാര രംഗത്ത് ചൈനയുമായി മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്ക. അപ്പോൾ ചൈനയ്ക്കെതിരായിട്ട് നിരന്തരമായ ഉപരോധമുണ്ടാക്കിയവർ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് കാടെന്ന സൈനിക സഖ്യമുണ്ടാക്കി ദക്ഷിണ ചൈനാ സമുദ്രത്തിൽ ചൈനയ്ക്കെതിരായിട്ട് വലിയ ആക്രമണ സജ്ജീകരണം ഒരുക്കിയ ആളുകൾ അവരാണ് അമേരിക്കയുടെ പെൻറ്റഗണും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ട്രംപ് ക്ഷണിച്ചിരിക്കുന്ന ലോക നേതാക്കളിൽ തങ്ങളെ ഏറ്റവും ശത്രുവായിട്ട് കാണുന്ന ചൈനയെ ക്ഷണിച്ചിരിക്കുക, ചൈനീസ് പ്രതിനിധികളെ ക്ഷണിച്ചിരിക്കുക. എന്തുകൊണ്ടാണത്? ചൈനയുമായിട്ട് ട്രംപിനറിയാം ഇനിയൊരു വ്യാപാര രംഗത്തെ, വാണിജ്യ രംഗത്തെ മത്സരത്തിന് അമേരിക്കക്ക് എത്രത്തോളം കെൽപ്പുണ്ട്, എത്രത്തോളം ശേഷിയുണ്ട്. ലോക വ്യാപാരത്തിൻ്റെ വലിയ ഭാഗം ഇന്ന് ചൈന പിടിച്ചെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, ചൈനയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 149 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ അമേരിക്ക ലോക വ്യാപാരത്തിൽ നിന്ന് വലിയ രീതിയിൽ പുറന്തള്ളപ്പെടും. അങ്ങനെ പുറന്തള്ളപ്പെടുന്നു എന്ന് മാത്രമല്ല, ലോക വ്യാപാരത്തിന് മുകളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫുകളും നികുതികളും ഇതെല്ലാം തന്നെ ഇല്ലാതാക്കപ്പെടുകയും ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ വ്യാപാരം നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കടുത്ത വിലക്കയറ്റത്തിൻ്റെതായ കെടുതികളിൽ നിന്ന് വളരെ ആശ്വാസമുണ്ടാകും. ലോക വ്യാപാരത്തിൽ ബെൽറ്റ് ആൻഡ് റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ 4% ചെലവ് കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ചൈന ഉയർത്തുന്ന ഈ വലിയ വെല്ലുവിളികൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന നിലക്ക് അതിൻ്റെ ചരിത്രത്തിൽ അത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് മിസ്റ്റർ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യമാണ്. $35 ട്രില്യൺ അമേരിക്കയുടെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അമേരിക്കൻ പൗരനും $1,45,000 കടബാധ്യസ്ഥരാണ്. അമേരിക്ക ഇന്ന് നിന്നു പോകുന്നത് അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഗസയും ഉക്രൈനും ഒക്കെ സൃഷ്ടിക്കുന്നത് അമേരിക്കയുടെ ആവശ്യമാണ്. ലോകത്താകമാനം പ്രോക്സി വാറുകൾ സൃഷ്ടിച്ച് തങ്ങളുടെ ആയുധ കച്ചവടം സജീവമാക്കാതെ അമേരിക്ക നിലനിൽപ്പില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ആയുധ യുദ്ധോപകരണ കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനമാണ്. അമേരിക്കൻ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള സമീപകാല പഠനങ്ങളൊക്കെ പറയുന്നത് 2023 അമേരിക്കയുടെ പ്രതിരോധ ചെലവെന്ന് പറയുന്നത് $91,600 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മൊത്തം പ്രതിരോധ ചെലവിൻ്റെ, ലോകത്തിലെ 150 രാജ്യങ്ങളില്ലേ, ഈ 150 രാജ്യങ്ങളുടെ പ്രതിരോധ ചെലവിൻ്റെ 40% അമേരിക്കയുടെ ഭാഗത്താണ് ഉണ്ടാവുന്നത്. ലോക പ്രതിരോധ ചെലവിൻ്റെ 40% പങ്ക് അമേരിക്കക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധോപകരണങ്ങളും യുദ്ധ വാഹനങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന അതുവഴി കിട്ടുന്ന ലാഭം മാത്രമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ എന്താണ്, ഉക്രൈൻ സെലൻസ്കി ഗവൺമെൻറ് റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധം നിർത്താൻ തയ്യാറാകുമ്പോഴും യുദ്ധം നിർത്തരുത് എന്ന് സെലൻസ്കിയെ നിർബന്ധപൂർവം പ്രേരിപ്പിച്ചത് അമേരിക്കയാണ്. സമാധാനത്തിലേക്ക് പോകരുത്, ചർച്ചകളിലേക്ക് പോകരുത്. ഇപ്പോൾ ഇസ്രയേൽ ചൈനയുടെ വലിയ ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകും എന്ന ആശങ്ക കൊണ്ടാണ് ജോ ബൈഡൻ മുൻകൈയെടുത്ത് ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറായത്. പക്ഷേ അത് എത്ര നാൾ അമേരിക്കക്ക് ഈ യുദ്ധവ്യാപാരം, യുദ്ധോപകരണ വിൽപ്പന നടക്കണമെങ്കിൽ ഇസ്രയേലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കച്ചവട പങ്കാളി. അപ്പോൾ ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പലസ്തീനെതിരായിട്ട് മാത്രമല്ല, അത് ലെബനെതിരെ യുദ്ധം ചെയ്യണം, അത് യമനെതിരെ യുദ്ധം ചെയ്യണം, അത് സിറിയക്കും ഇറാനുമെതിരെ യുദ്ധം ചെയ്യണം.
പശ്ചിമേഷ്യയിലെ മുഴുവൻ തങ്ങൾക്കെതിരായി നീങ്ങുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയിലൂടെ ആയുധ കച്ചവടം പൊലിപ്പിച്ച് സ്വന്തം സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന നയമാണ് അമേരിക്കക്കുള്ളത്, US ഉള്ളത്. അമേരിക്കയുടെ വളർച്ചയുടെ ചരിത്രം എന്ന് പറയുന്നത് യുദ്ധങ്ങളിലൂടെയാണ്. അമേരിക്കയിലെ നവയാഥാസ്ഥിക പണ്ഡിതന്മാർ യുദ്ധമാണ് സമൃദ്ധി, വാർ ഈസ് പ്രോസ്പെരിറ്റി എന്നതാണ് അവരുടെ മുദ്രാവാക്യം. യുദ്ധത്തിലൂടെ പണമുണ്ടാക്കുക, യുദ്ധ കച്ചവടം നടത്തുക, യുദ്ധങ്ങൾ അതിനുവേണ്ടി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ലെനിൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് സാമ്രാജ്യത്വം എന്നാൽ യുദ്ധമാണ്, ഇമ്പീരിയലിസം മീൻസ് വാർ എന്ന്. സാമ്രാജ്യത്വം എന്നത് യുദ്ധം മാത്രമാണ്. ലോകത്തെ തങ്ങൾക്കിടയിൽ പങ്കിട്ടെടുക്കാൻ, വിഭവങ്ങളും സമ്പത്തുകളും കീഴടക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന പരസ്പര മത്സരമാണ്, കിടമത്സരമാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം പിന്നീട് ലോകത്തുണ്ടായ എല്ലാ യുദ്ധങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ അമേരിക്കയാണ് എന്ന് നമുക്ക് കാണാം. ഇന്ത്യ പാക് തർക്കങ്ങളുടെയും യുദ്ധങ്ങളുടെയും പിറകിൽ പോലും അമേരിക്കയുടെ താല്പര്യമായിരുന്നു നമുക്കറിയാം. യുദ്ധങ്ങൾ മാത്രമല്ല, രാഷ്ട്രങ്ങളെ ബാൾക്കനൈസ് ചെയ്യുന്ന, രാഷ്ട്രങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെ പ്രവർത്തിക്കുന്നതും അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ്. ഭീകരവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ലോകത്തെമ്പാടും നിർമ്മിക്കുന്നവരാണ് അമേരിക്ക. അഫ്ഗാനിസ്ഥാനിലെ ഇന്ന് താലിബാൻ എന്നൊക്കെ പറയുന്ന ഈ ഭീകരവാദ സംഘത്തെ പാകിസ്ഥാനിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വളരെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ ഇസ്ലാമിക മതവിശ്വാസികളായ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യപ്പെട്ട് ആധുനിക ജിഹാദിസത്തിൽ ജ്ഞാനസ്നാനം ചെയ്യിച്ചെടുത്താണ് മുജാഹിദീൻ മിലിറ്ററി ഉണ്ടായത്. ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ അഫ്ഗാൻ്റെ മല നിരകളിൽ അവരെ ഗറില്ല യുദ്ധത്തിനായി പഠിപ്പിച്ചു വിട്ടത് പാകിസ്ഥാനിലെ മദ്രസകളിലാണ് സിയാഉൽ ഹക്കിൻ്റെ കാലത്ത്. എന്തിന്? ഇന്ത്യക്കെതിരായിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദം, ഖാലിസ്ഥാൻ രാഷ്ട്രമുണ്ടാക്കാനുള്ള ഭിന്ദ്രവാല പ്രസ്ഥാനം, ആ ഭിന്ദ്രവാല പ്രസ്ഥാനത്തിന് സിഖ് തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തത് സിയാഉൽ ഹക്കിൻ്റെ കാലത്ത് അമേരിക്കൻ CIA ഇതേ മുജാഹിദീൻ മിലിറ്ററിയെ പരിശീലിപ്പിച്ച അതേ അമേരിക്കൻ താവളങ്ങളിൽ വെച്ചാണ്, പാകിസ്ഥാനിൽ വെച്ചാണ്. ഇന്ത്യ പാക് പ്രശ്നത്തിൻ്റെ അടിയിൽ എപ്പോഴും എന്താണ്? അമേരിക്കൻ താല്പര്യങ്ങൾ. ഏഷ്യ പസഫിക്കിലെ, ഏഷ്യൻ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാക്കുക, രാജ്യങ്ങളെ തന്നെ, ദേശരാഷ്ട്രങ്ങളെ തന്നെ, പരമാധികാര രാഷ്ട്രസമൂഹങ്ങളെ തന്നെ ബാൾക്കനൈസ് ചെയ്യാനും അസ്ഥിരീകരിക്കാനും ഭീകരവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടാക്കുക, ഇവർക്കെല്ലാം നിയമപരവും കള്ളക്കടത്തുമായിട്ട് ആയുധം സപ്ലൈ ചെയ്യുക. ഇങ്ങനെ ആയുധ ബിസിനസ്സിലൂടെ വളരുന്ന, നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യത്വമാണ് ട്രംപിൻ്റെ രാജ്യമായിരിക്കുന്ന അമേരിക്ക. ട്രംപ് ഈ അധോലോക ആയുധ നിർമ്മാണ വ്യവസായത്തെയാണ്, അത്തരത്തിലുള്ള കോർപ്പറേറ്റ് മൂലധനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൻ്റെ പ്രത്യയശാസ്ത്രം കുടിയേറ്റ വിരുദ്ധയിൽ അധിഷ്ഠിതമായ വംശീയതയാണ്. ആംഗ്ലോ സാക്സൺ വർണ്ണബോധത്തിൽ അഭിരമിക്കുന്ന മുസ്ലിങ്ങൾക്കും കുടിയേറ്റക്കാർക്കുമൊക്കെ എതിരായിട്ടുള്ള വംശീയ ഭ്രാന്താണ് ട്രംപിനെ നയിക്കുന്നത്. അതൊക്കെ വരുംകാല ലോകത്ത് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ട്രംപിൻ്റെ നയങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ആഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, സോഷ്യലിസ്റ്റ് വിരുദ്ധനാണ്. ട്രംപിൻ്റെ മന്ത്രിസഭയിൽ വരാൻ പോകുന്ന ഒരാൾ മാർക്കോ റൂബിയാണ്. ട്രംപിൻ്റെ വിദേശകാര്യങ്ങൾ നോക്കുന്ന അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത് മാർക്കോ റൂബിയാണെന്നാണ് പത്രങ്ങൾ പറയുന്നത്. ആരാണ് മാർക്കോ റൂബിയ? അമേരിക്കയിലെ ഏറ്റവും തീവ്രവാദിയായ ക്യൂബൻ വിരുദ്ധനാണ്. മയാമി സിറ്റിയിൽ ക്യൂബൻ അഭയാർത്ഥികളെ സംഘടിപ്പിച്ച് അവരെ ഗറില്ല മുറകൾ പഠിപ്പിച്ച് ക്യൂബക്കെതിരായിട്ട് ഒരു അട്ടിമറി സമരത്തിന് സജ്ജീകരണം ഒരുക്കുന്ന ക്യൂബൻ വിരുദ്ധ അമേരിക്കൻ കേന്ദ്രങ്ങളുടെ, അമേരിക്കൻ ഫൗണ്ടേഷനുകളുടെ കോർഡിനേറ്ററാണ് ഈ മാർക്കോ റൂബി. കടുത്ത ക്യൂബൻ വിരുദ്ധനാണ്. അപ്പോൾ ഈ മാർക്കോ റൂബി ട്രംപിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആകുന്നതോടുകൂടി അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അമേരിക്കയുടെ മൂക്കിന് താഴെ 66 കിലോമീറ്റർ ഇപ്പുറത്താണ് കരീബിയൻ സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായിരിക്കുന്ന ക്യൂബ. എല്ലാ ഉപരോധങ്ങളെയും എല്ലാ CIA ഇടപെടലുകളെയും കുത്തിത്തിരിപ്പുകളെ അതിജീവിച്ച് സോഷ്യലിസ്റ്റായി നിൽക്കുന്നത്. ആ ക്യൂബയെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ ലക്ഷ്യങ്ങളുമായിട്ടാണ് മാർക്കോ റൂബിയെ പോലുള്ള ആളുകൾ ട്രംപിനൊപ്പം അമേരിക്കയിൽ അധികാരമേറ്റെടുക്കാൻ പോകുന്നത്. അത് ശീതയുദ്ധത്തെക്കാൾ ഭീകരമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ, സോഷ്യലിസ്റ്റ് വിരുദ്ധതയുടെ, ദേശീയ വിമോചന സമരങ്ങളെ അടിച്ചമർത്തുന്ന ആ രീതിയിലുള്ള ഒരു
ഭീകരവാദപരമായ വംശീയ സോഷ്യലിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നീക്കമായിരിക്കും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.